അർജന്റീന ആയിരിക്കും, മെസ്സി ആയിരിക്കും. മെസ്സി ജയിക്കണം, അർജന്റീന കപ്പടിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സംശയമുണ്ട്, കാരണം എതിർ ടീമായ സ്പെയിൻ നല്ല കളിയാണ് കാഴ്ചവെക്കുന്നത്. അർജന്റീന. സ്പെയിൻ. ലോകം മുഴുവൻ ഇപ്പോൾ ഫുട്ബോൾ ലഹരിയിലാണ്. ഓരോ മത്സരവും ഓരോ ഗോളും ഓരോ നിമിഷവും കോടിക്കണക്കിന് ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കുകയാണ്. കേരളത്തിനും അതിനൊരു കുറവുമില്ല. അർജന്റീനയാണോ സ്പെയിനാണോ കിരീടം ഉയർത്തുക? ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുക ആരാകും? മെസ്സി എത്ര ഗോൾ അടിക്കും? നമുക്ക് ചോദിച്ചറിയാം. ഞാൻ അർജന്റീന. ഓ, മെസ്സി ഫാനാണ്. മെസ്സി ഫാനാണ്. ആള് കപ്പടിക്കുമോ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും അടിക്കും. ഒരു 3 ഗോളിന് അർജന്റീന അടിക്കും. ഏതോ പ്രതീക്ഷ 3 ഗോളാണ്. അത് മുന്നോട്ട് അത് തന്നെ കറക്റ്റ് ആവും. മെസ്സി അതിനകത്ത് 2 ഗോൾ പ്രതീക്ഷിക്കുന്നു. ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന ഉറപ്പാണോ? തീർച്ചയായിട്ടും. പിന്നെ ഞാൻ ബ്രസീൽ ഫാൻ ആണെങ്കിലും എനിക്ക് മെസ്സിയോട് താല്പര്യം കൂടുതൽ. അപ്പം ഓഫ് കോഴ്സ് അർജന്റീനയായിട്ട് താല്പര്യം. ഫൈനലിലേക്ക് അപ്പൊ അർജന്റീനയാണ് പിന്തുടരുന്നത്. കപ്പടിക്കുമോ മെസ്സി? പഠിക്കേണ്ടതാണ്. അർജന്റീനയാണ്. അപ്പൊ മെസ്സിയാണ് പിന്തുടരുന്നത്. മെസ്സിയാണ് എപ്പോഴും ഉള്ളത്. ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുമോ അദ്ദേഹം? തീർച്ചയായിട്ടും, അതിന് വിശ്വാസമുണ്ട്. ആരുടെ ടീമാ നിങ്ങള്? അർജന്റീന. അവര് കപ്പ് മേടിക്കുവോ? ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുവോ? മെസ്സി അടിക്കും. ഗോൾഡൻ ബൂട്ട് അടിക്കും. ഉറപ്പാ? പോർച്ചുഗൽ. അത് പോയെങ്കിലും ഇപ്പോഴത്തെ 2 ടീമിലോ ഏതിനാ പിന്തുണയ്ക്കുന്നത്? സ്പെയിന്. സ്പെയിൻ ലോകകപ്പില് കപ്പടിക്കുവോ? അർജന്റീന അടിക്കും. അപ്പൊ ആരുടെ ഫാനാണ്? അർജന്റീന ഫാനാണ്. മെസ്സി കപ്പ് സ്വന്തമാക്കുമോ? സ്വന്തമാക്കി. ഗോൾഡൻ ബൂട്ടോ? ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ബോളും കിട്ടും. ഗോൾ നില ഒന്ന് പ്രവചിക്കാമോ? ഗോൾ നില സ്പെയിൻ നല്ല ടീമാണ്. അർജന്റീനയായിട്ട് അതിശക്തമായ മത്സരം നടക്കും. എക്സ്ട്രാ ടൈമിലേക്ക് പോകും കളി. അർജന്റീന 3-2 വിജയിക്കും. അതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. ഇന്ത്യ ലോകകപ്പിൽ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? അതെങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ കാര്യങ്ങൾ? നമുക്ക് അടുത്ത ലോകകപ്പിൽ ഇന്ത്യ പ്രതീക്ഷിക്കാം. അടുത്ത ഒരു ചാർട്ട് അനുസരിച്ച് പറയുന്നത് 64 ടീം പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ഉറപ്പായിട്ട് ഒരു ബർത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞങ്ങളെപ്പോഴും മെസ്സിയുടെ ഫാനാണ്. അർജന്റീനയാണ് നമ്മുടെ ടീം. മെസ്സി ജയിക്കണം, അർജന്റീന കപ്പടിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എങ്കിലും സ്പെയിൻ നല്ല അടിപൊളിയായിട്ടാണ് കളിക്കുന്നത്. സ്പെയിനും വിജയസാധ്യതയുണ്ട്. ഗോൾഡൻ ബൂട്ട് ആരായിരിക്കും സ്വന്തമാക്കുന്നത്? ഗോൾഡൻ ബൂട്ട് മെസ്സിക്കാണ്. എംബാപ്പയ്ക്കും ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ മെസ്സി സ്വന്തമാക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹവും. മെസ്സിക്ക് തന്നെ കിട്ടുകയും ചെയ്യും. ഫുട്ബോളിൽ ഇന്ത്യൻ ടീം വരാൻ സാധ്യതയുണ്ടോ? ഇന്ത്യൻ ടീം വരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് വെച്ചാൽ എന്തെങ്കിലും ഇന്ത്യയിൽ വേൾഡ് കപ്പ് നടത്തുവാണെങ്കിൽ മാത്രമേ ഇന്ത്യൻ ടീം വേൾഡ് കപ്പ് കളിക്കുള്ളൂ എന്നാണ് തോന്നുന്നത് ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ കണ്ടിട്ട്. പിന്നെ ഇന്ത്യയിൽ ഒരു വേൾഡ് കപ്പ് നടത്താനുള്ള ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മളുടെ രാഷ്ട്രീയക്കാരും എല്ലാവരും മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. കപ്പടിക്കുമോ അർജന്റീന? മെസ്സി ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുമോ? അർജന്റീന കപ്പടിക്കുകയല്ലേ. പിന്നെ ആരാ സ്വന്തമാക്കുന്നത് പറയും? ഞാനൊരു ഫുട്ബോൾ കളിക്കാരനാണ്. സ്പെയിന്. എത്ര ഗോളുകൾക്കായിരിക്കും സ്പെയിൻ മുന്നേറുന്നത്? 2 ഗോൾ കുറയാതെ. ഏത് ടീമിനെയാ പിന്തുണയ്ക്കുന്നത്? സ്പെയിൻ 3 ഗോളിനെങ്കിലും ജയിക്കുമെന്നാണ് തോന്നുന്നത്. ഞങ്ങള് ഫ്രാൻസിന്റെ ആൾക്കാരായിരുന്നു. ഫ്രാൻസ് ഇന്നിപ്പം തോറ്റു പോയല്ലോ. അടുത്തത് സ്പെയിനാണ്. അർജന്റീനയ്ക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത്. 3-2 ഗോളുകൾക്ക് കയറുമെന്നാണ് പറയുന്നത്. 2 ഗോളുകൾക്ക് കയറുമെന്നാണ് പറയുന്നത്. സ്പെയിൻ നല്ല കളിയാണ്. നമ്മൾ ഉദ്ദേശിച്ചതിൽ നല്ല കളിയാണ്. അർജന്റീന. അപ്പൊ ആരായിരിക്കും കിരീടം സ്വന്തമാക്കുന്നത്? എത്ര ഗോളുകൾക്കായിരിക്കും? 3 ഗോളിന്. അർജന്റീനയോ? അർജന്റീന 5 ഗോളിന്. അർജന്റീന. മെസ്സി കപ്പ് സ്വന്തമാക്കുവോ? എന്തോ? സ്പെയിൻ സ്വന്തമാക്കുവോ? ഇന്ത്യ എന്ന് ലോകകപ്പിൽ വരും? അതിന്റെ കാരണം എന്താ? കളിക്കാൻ ആളില്ല. അപ്പൊ ആരെയാണ് പിന്തുണയ്ക്കുന്നത്? ഏത് ടീമിനെയാ? ഞാൻ അർജന്റീന. കിരീടം സ്വന്തമാക്കുമോ സ്പെയിന്? ആരായിരിക്കും കിരീടം സ്വന്തമാക്കുന്നത്? അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഗോൾഡൻ ബൂട്ട് ആരായിരിക്കും സ്വന്തമാക്കുന്നത്? മെസ്സിക്ക്. പെനാൽറ്റി ഷൂട്ടൗട്ട് വെച്ചിരിക്കും. പിന്നെ മിക്കവാറും അർജന്റീന തന്നെ എടുക്കും. ഗോൾഡൻ ബൂട്ട് ആരായിരിക്കും സ്വന്തമാക്കുന്നത്? അത് ഉറപ്പായിട്ടും മെസ്സി തന്നെ. ആരായിരിക്കും?
നമ്മുടെ ഇന്ത്യ എന്തെങ്കിലും ലോകകപ്പിൽ ഇടം പിടിക്കുമോ? ഇന്ത്യയിൽ ഇടം പിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് സമ്മതിച്ചു കഴിഞ്ഞാൽ ഇറങ്ങും. അതിന് അനുസരിച്ചുള്ള പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇറങ്ങണം തന്നെയാണ് താല്പര്യം. അതെ, നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു അഭിമാനം കൂടല്ലേ അത്. കഴിഞ്ഞ ദിവസത്തെ കളി വെച്ച് നോക്കുവാണെങ്കിൽ അർജന്റീനയ്ക്ക് തന്നെയാണ് സാധ്യതയുള്ളത്. അപ്പൊ ഗോൾഡൻ ബൂട്ട് ആരായിരിക്കും? മിക്കവാറും മെസ്സിക്ക് തന്നെ ആയിരിക്കും. ബാക്കി ഇപ്പം മെസ്സിയായിട്ട് മത്സരിക്കാൻ പറ്റിയ ആരും നിലവിലിപ്പം ആയിട്ടില്ല, മെസ്സിയോടൊപ്പം എത്തിയിട്ടില്ല. ഇപ്പൊ ഇന്ത്യൻ ടീം ലോകകപ്പില് വരണമെന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ ഇത് ചെയ്യണം? നമ്മള് ഇന്ത്യൻ ടീം വരണം എന്നുണ്ടെങ്കിൽ ഒന്നാമത് നമ്മുടെ ക്ലബ്ബുകൾ ഇച്ചിരിയും കൂടി ഡെവലപ്പ് ആകണം. ഇപ്പം ചെറിയ ചെറിയ ലീഗുകളൊക്കെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നടക്കുന്നുണ്ട്, ഇന്ത്യയിലും മൊത്തത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ക്ലബ്ബുകളിലേക്ക് സ്പോൺസർമാരുടെ കുറവുകളുണ്ട്. സാമ്പത്തികം നന്നായിട്ട് മുടക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പുറത്തുള്ള വിദേശത്തുള്ള പല പല ക്ലബ്ബുകളും ഇന്ത്യയിൽ വന്നിട്ട് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കണമെന്നുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഭാവിയിലേക്ക് ചിലപ്പോൾ റെഡിയായി വരുമായിരിക്കും. ഞാൻ നേരത്തെ മുതൽ അർജന്റീന ഫാനാണ്. അർജന്റീനയുടെ കളിയാണ് എനിക്കിഷ്ടം. മെസ്സിയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതെ അതെ അതെ, മെസ്സി നമ്മുടെ നേരത്തെ മുതലുള്ള നമുക്ക് വീട്ടിലെ ഒരാളെപ്പോലെ നമ്മൾ കരുതുന്ന ഒരാളാണ് മെസ്സി. മെസ്സിയുടെ കളിയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം. ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുമോ അദ്ദേഹം? തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ ഗോൾഡൻ ബൂട്ട് മെസ്സിക്കുള്ളത്. ഗോൾഡൻ ബൂട്ടും കിരീടവും അദ്ദേഹം തന്നെ ആയിരിക്കും സ്വന്തമാക്കുന്നത്? കിരീടധാരണത്തെ പറ്റി രണ്ടാമതൊരു ചെറിയൊരു സംശയമുണ്ട്. കാരണം എതിർ ടീമായ സ്പെയിൻ നല്ല കളിയാണ് കാഴ്ചവെക്കുന്നത്. അർജന്റീനയുടെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ല, എന്നാലും ചെറിയൊരു സംശയമുണ്ട്. എൻ്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം 2034 നമുക്ക് ആദ്യ ചുവടുവയ്പ് വെക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വേൾഡ് കപ്പിൽ. ഗോൾഡൻ ബൂട്ടും കിരീടവും മെസ്സിയുടെ അർജന്റീന ടീം ആയിരിക്കും തൂക്കുക എന്നാണ് ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം. നമുക്ക് കാത്തിരുന്ന് കാണാം.